വയനാട്ടിൽ ഒരു വീടെങ്കിലും സർക്കാർ വെച്ചു കൊടുത്തു എന്ന്. ഒരു വീട് വെച്ചോ ഗവൺമെന്റ്. എന്നിട്ട് ഇവര് സ്ഥലം എടുക്കാൻ ഇവരെത്ര മാസം എടുത്തു? 1 കൊല്ലം എടുത്തു. എന്താ അസംബന്ധം നിറഞ്ഞ ചോദ്യം? 402 അപേക്ഷകരിൽ നിന്ന് ഈ പൈസ വാങ്ങിപ്പോയവർ ഒഴിച്ചു നിർത്തിയുള്ള വീടുകളല്ലേ ഇപ്പോൾ പൂർത്തിയാവുന്നത്? അവർക്ക് വേണ്ടി എങ്ങനെയാണ് വീട് വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളം ഇനിയും ഇത് വിശ്വസിക്കണമെന്ന് പറയുന്നത്? ഒരു വീടെങ്കിലും കോൺഗ്രസ് വെച്ചു കൊടുത്ത വീട് കാണാൻ പറ്റിയോ? ഒരു കല്ലെങ്കിലും, ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിൽ ഒരു കല്ലെങ്കിലും ഇടുമായിരുന്നു. ഇപ്പോൾ ആ കല്ല് പോലും കാണാനില്ല. ആ അവസ്ഥയല്ലേ കാര്യങ്ങൾ? അപ്പോൾ എന്നിട്ട് വിവാദങ്ങൾ വോട്ടാക്കാൻ വേണ്ടി ഓരോരോ വിഷയങ്ങളായി അവതരിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞാൻ രമേശ് ചെന്നിത്തല അങ്ങനെ പറയുമെന്ന് കരുതിയതല്ല, പിന്നീട് അദ്ദേഹം തിരുത്തി. ഈ വിദ്യാർത്ഥികൾ പിള്ളേരെ പരീക്ഷ ജയിക്കുന്നതിന് മുമ്പാണോ പാഠപുസ്തകം കൊടുക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് കേരളം ഇന്ത്യക്ക് മാതൃകയല്ലേ? നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ 10ാം ക്ലാസ്സിലെ പുസ്തകം തയ്യാറാണെന്ന് പറയുമ്പോൾ സിസ്റ്റം അവിടെ നിൽക്കുകയല്ലേ? സിസ്റ്റം ഫെയിലിയറിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ സിസ്റ്റം നന്നാവുന്ന സമയത്ത് നമ്മളത് പറയണ്ടേ? എന്തുകൊണ്ടാണ് സിസ്റ്റം നന്നാവുമ്പോൾ നമ്മളത് പറയാത്തത്? അതാണ് കേരളത്തിൽ വിവാദങ്ങൾ കൊണ്ട് വോട്ടാക്കാൻ പറ്റുമെന്നും ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചെടുക്കണമെന്നുമുള്ള ഒരു PR ഡയറക്ഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം വിവാദങ്ങളായി ആളിക്കത്തുന്നത് എന്നുള്ളതാണ്.